നിങ്ങൾക്ക് അറിയാമോ, ബാലൻസ്ഡ് ഫണ്ടുകൾ വിപണിയിലെ നഷ്ടസാധ്യതകളിൽ നിന്നും നമ്മുടെ നിക്ഷേപങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക കഴിവിന് വളരെ പ്രശസ്തമാണ്. ഇവിടെ ഒരു രസകരമായ വസ്തുതയെന്തെന്നാൽ മറ്റു മാർക്കറ്റ് ക്യാപ്പ് സൂചികകൾ മാർക്കറ്റിന്റെ അസ്ഥിര സമയങ്ങളിൽ വലിയ തോതിലുള്ള നഷ്ടങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ബാലൻസ്ഡ് ഫണ്ടുകളുടെ പ്രതിരോധ ശക്തി മൂലം 20% വരെ മാത്രമുള്ള കുറവുകളെ ഉണ്ടായിട്ടുള്ളൂ. നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം നിയന്ത്രിതമായ അപകട സാധ്യതകളോടെ ഒരു സന്തുലിത സമീപനവുമായി മികച്ച റിട്ടേണുകൾ സ്മാർട്ടായി നിക്ഷേപകർക്ക് നേടാൻ കഴിയുന്ന SBI ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് എന്ന സ്കീമിനെ അവതരിപ്പിക്കുകയാണ്. SBI ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിനെ ഒരു പരിചയസമ്പന്നനായ ക്യാപ്റ്റനായി കണക്കാക്കിയാൽ അതിവേഗം ഗതിമാറുന്ന കാലാവസ്ഥയെയും പടുകൂറ്റൻ തിരമാലകളെയും നിയന്ത്രണവിധേയമാക്കി മുന്നേറിക്കൊണ്ട് കപ്പലിനെ ലക്ഷ്യമാർഗത്തിലേക്ക് എത്തിക്കുന്നതുപോലെ മാർക്കറ്റിലെ അസ്ഥിരമായ കയറ്റിറക്ക നഷ്ടസാധ്യതകളെ ഇക്വിറ്റി ഡെറ്റ് ബാലൻസിംഗിലൂടെ നിയന്ത്രണ വിധേയമാക്കി മികച്ച ലാഭം നേടാൻ സഹായകരമാക്കുന്നു. ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ ആയ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിന്റെ കർത്താവ് മോർഗൻ ഹൊസൽ അദ്ദേഹത്തിന്റെ പണത്തിന്റെ മനഃശാസ്ത്രം എന്ന ബുക്കിൽ പറഞ്ഞതുപോലെ പണം ശരിയായി കൈകാര്യം ചെയ്യുന്നതിന് അറിവ് മാത്രമല്ല പ്രധാനമായി വേണ്ടത്, നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് മുഖ്യം. കാലാനുസൃതമായി വിപണിയിൽ ഉണ്ടായ മാറ്റങ്ങൾക്കൊപ്പം നിക്ഷേപക രീതികൾക്കും പ്രകടമായ മാറ്റമുണ്ടായി. വിപണിയുടെ ഉയർന്ന നിലകളിൽ നിക്ഷേപകന്റെ ആത്മവിശ്വാസം അത്യധികമാകുകയും അതിനാൽ വീണ്ടും പണം നിക്ഷേപിച്ചു ദ്രുതഗതിയിൽ ലാഭം നേടാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിപണി താഴ്ന്ന നിലയിലേക്കെത്തുമ്പോൾ ഭയം മൂലം സുരക്ഷിതത്വത്തിനായി വിറ്റഴിക്കുക എന്ന പ്രവണതയിലേക്കും നീങ്ങുന്നു. ആയതിനാൽ ഉയർന്ന വിലയ്ക്ക് വാങ്ങുകയും താഴ്ന്ന വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്ന പ്രവണത മൂലം ദീർഘകാലാഭം ഇല്ലാതാവുന്നു. നമുക്ക് ചെയ്യേണ്ടതെന്താണ്? ഒരു ദീർഘകാല നിക്ഷേപത്തിലൂടെ സമ്പത്ത് സുസ്ഥിരമാക്കാനായി കഴിവതും മാർക്കറ്റിലെ അസ്ഥിരമായ സമയങ്ങളിലെ ഒച്ചപ്പാടുകൾക്കു ചെവി കൊടുക്കാതെ ക്രമമായ നിക്ഷേപം നടത്തി മുന്നേറാൻ ശ്രമിക്കുക. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക, കൂടിയ വിലയ്ക്ക് വിൽക്കുക എന്നതാണ് ആദർശം. എങ്കിലും അസ്ഥിരത നിറഞ്ഞ വിപണിയുടെ സ്വഭാവങ്ങളിൽ ആ ആശയം നടപ്പാക്കുക എന്നത് നിക്ഷേപകൻ വളരെ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു. ഇതിനു പകരം നിക്ഷേപകർ സ്വീകരിക്കുന്ന നയം ഉയർന്ന വിലയ്ക്ക് വാങ്ങി താഴ്ന്ന വിലയ്ക്ക് വിൽക്കുക എന്നതാണ്. ഇപ്പോൾ പല പഠനങ്ങളിലും തെളിയിക്കുന്നത് ഒരു നിക്ഷേപകന്റെ റിട്ടേൺ എന്നത് പലപ്പോഴും ഫണ്ടിന്റെ യഥാർത്ഥ നിക്ഷേപ റിട്ടേണുകളെക്കാൾ കുറവായിരിക്കും. എന്തെന്നാൽ ഒരു സമയബന്ധിതമായ നിക്ഷേപ രീതിക്കു പകരം ഉയർന്ന വിലയ്ക്ക് വാങ്ങി താഴ്ന്ന വിലയ്ക്ക് വിൽക്കുമ്പോൾ ദീർഘകാല നിക്ഷേപത്തിന്റെ പ്രയോജനങ്ങൾ ലഭ്യമാകാതെ ഫണ്ടിന്റെ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ നഷ്ടമാകുന്നു. ഇപ്പോൾ വിപണിയിലെ പതിവ് ട്രെൻഡ് നോക്കിയാൽ ഇക്വിറ്റി സ്കീമുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നത് മുൻകാല പ്രകടനം വിലയിരുത്തിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ശക്തമായ റിട്ടേണുകൾ നിക്ഷേപകന് വീണ്ടും നിക്ഷേപിക്കാനുള്ള ആത്മവിശ്വാസം കൂട്ടുന്നു. എന്നാൽ വിപണി ദുർബലമായതോ അസ്ഥിരമായതോ ആയ റിട്ടേണുകൾ നൽകി തുടങ്ങിയാൽ ഭയം മൂലം പണം പിൻവലിക്കുകയും തന്മൂലം വിപണിയിലേക്കുള്ള പണമൊഴുക്ക് തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇക്വിറ്റി, ഡെറ്റ്, ക്യാഷ് എന്നീ ഓരോ അസറ്റ് ക്ലാസുകളിലെയും വിജയികൾ ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു രീതി കൊണ്ട് തന്നെ അസറ്റ് നിർണ്ണയിക്കുക എന്നത് നിക്ഷേപകൻ പ്രയാസമേറിയ ഒരു ജോലിയായി മാറിക്കഴിഞ്ഞു. കൂടാതെ ഏതു സമയത്ത് ഏതു അസറ്റ് ക്ലാസ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യവുമായി തീർന്നു. അതിനാൽ ഇക്വിറ്റിയും ഡെബ്റ്റും തമ്മിലുള്ള ശരിയായ അനുപാതത്തിൽ ഇക്വിറ്റിയുടെ വളർച്ചയ്ക്കൊപ്പം പങ്കാളിയാവുകയും വിപണിയിലെ താഴ്ന്ന നിലകളിൽ ഡെബിറ്റിന്റെ സുരക്ഷിതത്വം നേടാനും സമയബന്ധിതമായ സമ്മർദ്ദത്തിൽപ്പെടാതെ വൈവിധ്യമാർന്ന സമീപനരീതിയിലൂടെ സമ്പത്ത് നേടാനും നിക്ഷേപകന് കഴിയുന്നതാണ്. അതിനാൽ എങ്ങനെ ഒരു ശരിയായ അനുപാതം നമുക്ക് കണ്ടെത്താം? ഇവിടെ SBI ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് നോക്കുകയാണെങ്കിൽ വിപണിയെ സ്വയമേവ പൊരുത്തപ്പെടാൻ വിധം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന, അതായത് ഇക്വിറ്റിയുടെ വളർച്ച നേടാനും ഡെറ്റിന്റെ സ്ഥിരത കൈവരിക്കാനും തക്ക രീതിയിൽ സംയോജിപ്പിച്ചു ഒരു ബാലൻസിംഗിലൂടെ നിക്ഷേപകരെ ഗണ്യമായ തരത്തിൽ അപകടസാധ്യതകളെ അതിജീവിച്ചുള്ള റിട്ടേൺസ് നൽകാൻ ലക്ഷ്യമിടുന്നു. ഇത് നിക്ഷേപകൻ സമയബന്ധിത തീരുമാനങ്ങൾ എടുക്കുന്നതിലെ വെല്ലുവിളികൾ കുറക്കുന്നു. മാർക്കറ്റിലെ അസ്ഥിര സമയങ്ങളിൽ അപകടസാധ്യത അതിജീവിച്ചുള്ള വളർച്ച ആഗ്രഹിക്കുന്ന നിക്ഷേപകന് വിശ്വസ്തയോടെ സമീപിക്കാവുന്ന തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സ്കീമാണ് SBI ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്. ഈ ഫണ്ടിലെ ഫണ്ട് മാനേജർക്ക് വിപണിയിലെ സാഹചര്യം അനുസരിച്ച് പോർട്ട്ഫോളിയോ ക്രമീകരിക്കുവാൻ കഴിയുന്നു. അതായത് ഇക്വിറ്റിയിൽ 0% മുതൽ 100%, ഡെബ്റ്റ് അല്ലെങ്കിൽ ആർബിട്രേജ് എന്നീ തരങ്ങളിൽ വിപണി വൈവിധ്യം അനുസരിച്ചു അനുകൂല സാഹചര്യങ്ങളിൽ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും പ്രതികൂല സാഹചര്യങ്ങളിൽ അടുത്ത അസറ്റിലേക്ക് മാറാനും സാധ്യമാകുന്നു. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? വിപണിയിലെ സാഹചര്യങ്ങൾ അനുയോജ്യമായിരിക്കുമ്പോൾ ഇക്വിറ്റി അലോക്കേഷനുകൾ വർദ്ധിപ്പിച്ചു നിക്ഷേപകർക്ക് വളർച്ചാ അവസരങ്ങൾ കൂട്ടുകയും എന്നാൽ വിപണിയുടെ അനിശ്ചിതാവസ്ഥയിൽ ഫിക്സഡ് ഇൻകം, ആർബിട്രേജ് എന്നിവയിലെ അലോക്കേഷൻ വർദ്ധിപ്പിച്ചു മൂലധന സംരക്ഷണത്തിനായി അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു.
ഇതിനൊക്കെ പുറമെ നിക്ഷേപകൻ ഇക്വിറ്റി നികുതി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി SBIBAF റിട്ടേൺസ് നൽകുന്നതിനൊപ്പം തന്നെ ആർബിട്രേജ്, ഫിക്സഡ് ഇൻകം എന്നിവയോടുകൂടെ 65% ഇക്വിറ്റിയും നിലനിർത്തി പോകാൻ ശ്രദ്ധിക്കുന്നു. വിപണിയുടെ അസ്ഥിരതയെ കണക്കിലെടുത്തു SBIBAF ഇക്വിറ്റിയുടെ അലോക്കേഷൻ 3 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന രീതിയിലാണ് ഈ സ്കീം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ സ്കീമിലെ നെറ്റ് ഇക്വിറ്റി ലെവൽ അല്ലെങ്കിൽ ആസ്തി നിർണയത്തെക്കുറിച്ച് പരിശോധിക്കുന്നു. ഒരു നിക്ഷേപകന്റെ മനോഹരമായ സമീപനം, ആസ്തി മൂല്യനിർണ്ണയം, സമ്പാദ്യത്തിലേക്കുള്ള നയങ്ങൾ എന്നീ മുഖ്യ ഘടകങ്ങളാണ് ഏതു സമയത്തും നമ്മുടെ അലോക്കേഷന്റെ തീരുമാനങ്ങളെ സഹായിക്കുന്നത്. ആസ്തി നിർണയത്തിന് ശേഷം അടുത്ത ഘട്ടം പോർട്ട്ഫോളിയോയുടെ തന്ത്രപരമായ ഘടകങ്ങളെ തരപ്പെടുത്താൻ ഭൗതിക ഘടകങ്ങളുടെ ഒരു ചട്ടക്കൂട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നമുക്ക് മാർക്കറ്റ് ക്യാപ്, അലോക്കേഷൻ, സ്റ്റൈ പ്രിഫറൻസുകൾ എന്നിവ വിലയിരുത്തി മാർക്കറ്റിലെ സാഹചര്യം അനുസരിച്ച് ഗുണപരമായ സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കുന്നു. അവസാനം ഞങ്ങളുടെ ഫണ്ട് മാനേജറും റിസർച്ച് ടീമും ഉൾപ്പെടുന്നവർ നൽകുന്ന ഉയർന്ന വിശ്വാസമുള്ള സ്റ്റോക്കുകൾ പരിഗണിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പോർട്ട്ഫോളിയോ നിർമ്മാണം നടക്കുന്നു. SBI ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിന്റെ ആസ്തി നിർണയം നമ്മുടെ ഫണ്ട് മാനേജർമാർ വികസിപ്പിച്ച വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള പ്രക്രിയകൾ കഴിഞ്ഞു നിർദ്ദേശിക്കപ്പെട്ടവയാണ്. നിക്ഷേപകന്റെ മനോഹരമായ സമീപനം, ആസ്തി മൂല്യനിർണ്ണയം, സമ്പാദ്യനയങ്ങൾ എന്നിവ ഇതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. ഇതിൽ സെന്റിമെന്റ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ നിക്ഷേപകന്റെ മനോഹരമായ നിലപാട് എന്നത് വിപണിയുടെ വിശ്രുതി, ചെറുകിട നിക്ഷേപകരുടെ പങ്കാളിത്തം, മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള പണമൊഴുക്ക്, പ്രാഥമിക വിപണിയിലെ പ്രവർത്തനങ്ങൾ എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. വിപണിയിലെ ഉയർന്ന നിലവാരം ഇക്വിറ്റി അലോക്കേഷൻ കുറയ്ക്കാനുള്ള സൂചന നൽകുമ്പോൾ താഴ്ന്ന നില അത് വർദ്ധിപ്പിക്കുവാനുള്ള അവസരത്തെയും സൂചിപ്പിക്കുന്ന ഒരു വിപരീത ദിശാഗതിയാണ് ഇവിടെ കാണിക്കുന്നത്. തുടർന്ന് നമ്മൾ വിപണിയുടെ വാല്യുവേഷനുകൾ വിലയിരുത്തുന്ന പരമ്പരാഗത മാനദണ്ഡങ്ങളായ ട്രെയിലിംഗ് PE, ഷില്ലർ PE എന്നിവ ഉപയോഗിച്ച് ഇക്വിറ്റിയിലേക്കുള്ള വിസ്തൃതവും ആധികാരികവുമായ ഒരു അലോക്കേഷനിലേക്ക് എത്തിപ്പെടുന്നു. അവസാനമായി സമ്പാദ്യ ഗതിനിർണ്ണയ ഘടകങ്ങൾ ഇക്വിറ്റി അലോക്കേഷനിൽ ഒരു പ്രത്യേക ശ്രേണിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഈ ഒരു അധിക പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ധനനയം, സാമ്പത്തിക അവസ്ഥ, പലിശ നിരക്ക്, ആഗോള വിപണിയിലെ ചലനങ്ങൾ എന്നിവയ്ക്കനുസൃതമായി നെറ്റ് ഇക്വിറ്റി ലെവൽ തീരുമാനിക്കുന്നതിൽ സഹായകരമാകുന്നു. ഈ ഒരു നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നെറ്റ് ഇക്വിറ്റി ലെവലിൽ 30% മുതൽ 45% വരെ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിൽ നിലനിർത്തി വരുന്നു. ചുരുക്കത്തിൽ SBI ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് വേറിട്ട് നിൽക്കുന്നത് ആദ്യമായി വൈവിധ്യവത്കരണം, ഇക്വിറ്റി, ഡെബ്റ്റ്, ആർബിട്രേജ് എന്നിങ്ങനെ വിവിധ അസറ്റ് ക്ലാസുകളിൽ മാറിത്തിരിയുന്നതുകൊണ്ട് തന്നെ അപകടസാധ്യതകളെ അതിജീവിച്ചു സ്ഥിരത നേടാനായി ഫണ്ടിന് കഴിയുന്നു. അടുത്തതായി വിദഗ്ധമായ മാനേജ്മെന്റ്, അപകടസാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ വളർച്ച നേടാനായി ഉതകുന്ന വിധം ക്രമീകരണങ്ങൾ വരുത്തി പരിചയസമ്പന്നരായ ഫണ്ട് മാനേജർമാരുടെ ടീം വിപണിയുടെ അവസ്ഥകൾ തുടർച്ചയായി നിരീക്ഷിക്കുന്നു. മൂന്നാമതായി ഈ ഫണ്ടിന്റെ വൈവിധ്യമാർന്ന അസറ്റ് അലോക്കേഷൻ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന വിപണി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഇക്വിറ്റിയുടെയും ഡെറ്റിന്റെയും ഒപ്റ്റിക്കൽ മിശ്രിതം ലക്ഷ്യമിടുന്നു. അവസാനമായി പൂർണ്ണമായ ഫ്ലെക്സിബിലിറ്റി ഏതു അസറ്റ് ക്ലാസിലും 0% മുതൽ 100% വരെ അനുവദിക്കാനുള്ള സ്വാതന്ത്ര്യം ഫണ്ട് മാനേജർക്ക് ഉള്ളതുകൊണ്ട് അവ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു. നിങ്ങൾ ഓഹരി വിപണിയിൽ ദീർഘകാല നിക്ഷേപകനോ ജാഗ്രതയുള്ള ഒരു ഇക്വിറ്റി നിക്ഷേപകനോ ഡെറ്റിനും ഇക്വിറ്റിക്കും ഇടയിൽ സന്തുലിതമായ നിക്ഷേപ സമീപനമോ ഉള്ള ഒരാളാണെങ്കിൽ ഈ സ്കീം നിങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപയാത്ര ആരംഭിക്കുവാനോ തുടങ്ങുകയാണെങ്കിൽ അടിസ്ഥാനപരമായി SBI ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആത്മവിശ്വാസത്തോടെ നിക്ഷേപിക്കുക, നിങ്ങളുടെ പണം സമർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കിക്കൊണ്ട് വിപണിയിലെ അവസരങ്ങളുമായി പൊരുത്തപ്പെടുക. നിങ്ങളുടെ ഭാവി നിക്ഷേപത്തിനുള്ള കരുതലുകൾ ഇന്നു തന്നെ തുടങ്ങുക, കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അർഹമായ പാതകളിലൂടെ സഞ്ചരിക്കേണ്ടവയാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് അപകടസാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക.